Okay, next topic is Fourier sine transform. Okay, Fourier sine transform. Fourier transform നമ്മൾ പഠിച്ചു. ആ ഫോമിൽ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് Fourier sine transform. Fourier transformന്റെ ഫോർമുല ഒന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? Fourier transform എന്താണ് ഫോർമുല? f of x equal to or f of omega equal to 1 by root 2 pi into integral minus infinity to infinity f of x into e raised to minus I omega x dx. അല്ലേ? അറിയാലോ ഇറേസ് ടു. അപ്പൊ ഇനി ഇതിന്റെ സൈനും കോസിനും നമുക്കറിയാം. ഇറേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പൊ ഇതിനകത്ത് തന്നെ ആരുണ്ട്? സൈനും കോസും ഉണ്ട്. ഇതിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഫോർമുലയാണ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. അപ്പൊ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. സൈനിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സിമ്പല് എസ് ഓഫ് ഒമേഗ എന്നാണ്. എസ് ഒമേഗ സൈൻ ഒമേ. അപ്പൊ എഫ് എക്സ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. സൈൻ വരുമ്പോ എസ് ഓഫ് ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി വന്നെടുത്ത് ഇതിന്റെ എന്താ സൈനും കൊസൈനും ഹാഫ് ഹാഫ് ആയിട്ട് നമുക്ക് എടുക്കാം. ഒന്ന് 0 to അടുത്തതും 0. അപ്പോ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ വരുമ്പോ സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സിനാണ്. ഇനി എന്ത് പഠിച്ചാലും നമ്മൾ അതിന്റെ ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കൂടെ. ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. സോ നമുക്കിങ്ങനെ ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തുവാ? ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ ഇൻവേഴ്സ് ഇവിടെ വരുമ്പോൾ സോ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity. ഇവൻ ഇവിടെ കയറി വരും അല്ലേ? എഫ് എസ് ഓഫ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ വിത്ത് റെസ്പെക്ട് ടു എന്തിനാണ് അവിടെ വരുന്നത്? ഇൻവേഴ്സ് വരുമ്പോൾ എന്ത് വരും? ഇവിടെ ഒമേഗ ആണ് വിത്ത് റെസ്പെക്ട് ടു ഡി ഒമേഗ. അപ്പൊ ഇത്രയാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സൈൻ ട്രാൻസ്ഫോമിന്റെ പ്രോബ്ലം ആണ് ആദ്യം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഒന്നാമത്തത്. ഫൈൻഡ് ദ ഫോറിയർ. സൈൻ ഉണ്ടെങ്കിൽ കൊസൈൻ ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇപ്പൊ സൈൻ. ഫൈൻഡ് ദ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് ദി ഫോളോയിങ്. Of the following transform of the following. Okay, that is function ഏതാണ്? f of x equal to e raised to minus x. ഇത്രേ തന്നിട്ടുള്ളൂ. ഫോർമുല പറയാം. ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല സൈൻ വരുമ്പോ എഫ് എസ് ഓഫ് ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ഇന്റഗ്രൽ ഹാഫ് അല്ല 0 to infinity. എസ് ഒമേഗ ഇവിടെ വരുമ്പോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ വരുമ്പോ സൈൻ ഒമേഗ എക്സ് ഫംഗ്ഷൻ എക്സിലായോണ്ട് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity e raised to minus x ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു സിമ്പിൾ ഫോർമുലയായിട്ട് പഠിപ്പിച്ചു ഒരു പ്രോബ്ലം. 0 to infinity e raised to minus ഫോർമുല ഞാൻ പഠിപ്പിച്ചു. സൈൻ ബി എക്സ് ഡി എക്സ് ഈക്വൽ ടു എങ്ങനെ വരും എന്നാണ് പറഞ്ഞത്? ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അങ്ങനെ ഒരു ഫോർമുല ഞാൻ പഠിപ്പിച്ചു. അത് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ കൊസൈന് വേണ്ടിയിട്ട് ഒരു ഫോർമുല പഠിപ്പിച്ചായിരുന്നു.
അപ്പൊ അതും ഓർമ്മ ഉണ്ടാവും. അപ്പൊ ഇതെന്തുവാണ്? സൈൻ വരുമ്പോ ബി ബൈ, അപ്പൊ കോസ് വരുമ്പോ എ ബൈ, കോസ് വരുമ്പോ എ ബൈ. അപ്പൊ നമുക്ക് ഇത് എളുപ്പമില്ലേ? ഇവിടെ റൂട്ട് ഓഫ് നമ്മൾ എന്ത് അല്ലെങ്കിൽ ഏത് ഫോമിൽ പഠിക്കണം? ഇന്റഗ്രൽ 0 ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് എന്ന് ഇ റൈസ് ടു എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്, ഇങ്ങനെയൊക്കെ പഠിക്കണം. അതിനേക്കാൾ എളുപ്പത്തിലുള്ള ഫോമുലയാണ് ലിമിറ്റ് എങ്ങനെ വന്നാൽ 0 to ഇൻഫിനിറ്റി. അത് ശ്രദ്ധിച്ചോളണം, എങ്കിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ 0 to ഇൻഫിനിറ്റി, അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എന്താണ് 0 to ഇൻഫിനിറ്റി 2 ഇൻറ്റു ഈവൻ പ്രോപ്പർട്ടി കൊടുത്ത് അങ്ങനെ മാറ്റാൻ പറ്റുന്ന, മാറ്റി ഇങ്ങനെ ചെയ്താൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? അവിടെ നമുക്ക് എഴുതാം ബി ബൈ എ സ്ക്വയർ. ബി എവിടെയാ? ഇവിടെ ബിയുടെ പ്ലേസിൽ ഒമേഗ ബൈ 1 മൈനസ് 1, എയുടെ പ്ലേസിൽ -1ന്റെ സ്ക്വയർ 1 തന്നെ, 1 പ്ലസ് ഒമേഗ സ്ക്വയർ. ആൻസർ ആയില്ലേ? ഇത്രയല്ലേ ഉള്ളൂ. അപ്പോ നമുക്ക് ആൻസർ കിട്ടി ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. ഫോമുല ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ടീച്ചേഴ്സിന് ഇത് അറിയത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ അവർ മറ്റേ ഫോമുലായിരിക്കും മനസ്സിലുള്ളത്, അതുകൊണ്ടാണ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് വൺ, ഫൈൻഡ് ദ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ്, ഫൈൻഡ് ദ Fourier sine transform of e raised to minus mod x, hence evaluate integral 0 to infinity omega sine omega x by 1 plus omega square d omega. d omega എന്ന് ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം അവിടെ വരുന്നതാണ് ഒമേഗ. എക്സ് വരുന്നത് ഏതിനുള്ളതാ? എക്സ് വരുന്നത് സൈൻ ട്രാൻസ്ഫോം, മറ്റേത് ഇൻവേഴ്സ് ആണ്, കണ്ടുപിടിക്കണമെന്നാണ്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇ റൈസ് ടു മൈനസ് എക്സിന്റെ കാണണം, അത് കഴിഞ്ഞിട്ട് ഇത് കാണണം. അപ്പൊ നമുക്ക് എപ്പോഴും അറിയാം മോഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡെക്സ് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി ആണെങ്കിൽ മോഡെക്സിന് എപ്പോഴും കാണുന്നത് എക്സ്, ഈ 0 to ഇൻഫിനിറ്റി എക്സ് ആയിരിക്കും. ഞാൻ ആരെയെല്ലാം ഉൾക്കൊള്ളൂ എന്നാണ് പറയണത്? 0 to മൈനസ് ഇൻഫിനിറ്റി മൈനസ് എക്സ് അല്ലെ. നമുക്ക് y ഈക്വൽ ടു എഫ് എക്സ് എന്നിങ്ങനെ മൈനസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നൊരു ഗ്രാഫാണ്. എന്താണ് ഈ ഒരു സംഭവം ഇല്ലേ? മോഡെക്സ് എന്ന് പറഞ്ഞാൽ വാട്ട്സ് മീനിങ് ഓഫ് മോഡെക്സ്? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ, മറ്റത് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ്. മൈനസ് ഇൻഫിനിറ്റിക്കും ഇടയിൽ എന്റെ വാല്യൂ എന്തൊക്കെയായിരിക്കും? പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട്. നമുക്ക് മനസ്സിലായല്ലോ, മൈനസ് ഇവിടം വരെ മൈനസ് ആയിരിക്കും, ഇത് കഴിഞ്ഞാൽ പ്ലസ് ആയിരിക്കും എക്സിന്റെ കേസ്. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കേസ്. അപ്പൊ ഇവിടെ നമുക്ക് പറയണ ഫോറിയർ സൈൻ എന്താന്ന് എഴുതാൻ, നമുക്ക് 0 to ഇൻഫിനിറ്റി ആണ് നമ്മളെ കേസ്. അപ്പൊ അവിടെ എന്താണ് എഴുതേണ്ടത്? ഈ മോഡെക്സ് എന്ന് മാറ്റി ഇ റൈസ് ടു എക്സ് എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഇനി ഇത് മൈനസ് ഇൻഫിനിറ്റി ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മോഡെക്സ് എന്ന് പറയും. അത് ഈവൻ ആണെങ്കിൽ അത് എന്ത് കൊടുക്കും? പ്ലസ് കൊടുക്കും. ഈ മോഡാണെങ്കിൽ മൈനസ് കൊടുക്കും. അത് വേറെ കാര്യം. ഇപ്പൊ പിന്നെ നമുക്ക് എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്തെന്ന് കൊടുക്കാം? ബിക്കോസ് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ ഒക്കെ ലിമിറ്റ്, അതുകൊണ്ട് നമ്മൾ അതാണ് കൊടുക്കുന്നത്. അപ്പൊ എസ് ഓഫ് ഒമേഗ ഈക്വൽ ടു, മനസ്സിലായല്ലോ ഈ കോൺസെപ്റ്റ്? മോഡെക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എക്സിന്റെ വാല്യൂ മൈനസും പ്ലസും എക്സ് ആണെന്നാണെന്ന്. അപ്പൊ സോ ഇവിടെ നമുക്ക് മനസ്സിലായി 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ളതിൽ പ്ലസ് ആണ് ഇവിടെ എക്സ് വാല്യൂസ്, ഇവിടെ മൈനസ്. അത്രയും മതി. ഇനി നമ്മുടെ ഫോമുലയിലോട്ട് പോവാം. എന്താണ് ഫോമുല? റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഫോമുല എഫ് ഓഫ് സൈൻ വരുമ്പോൾ സൈൻ ഒമേഗ എക്സ് ഡി എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു എക്സ് ഇൻറ്റു അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ എഫ് ഓഫ് എക്സ്? ഈ ഇതില് നമുക്ക് ഈ മോഡെക്സിനെ മാറ്റി എന്ത് കൊടുക്കും? എക്സ്. അപ്പൊ ഇവിടെ വരുന്ന മൈനസ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. മോഡെക്സ് എന്തായി? മോഡെക്സ് ഇവിടെ എന്താണ്? മോഡെക്സ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു എക്സ്. ഈ മൈനസ് ഇവിടെ വെളിയിലുണ്ട്. അപ്പൊ മൈനസ് എക്സ് ഇൻറ്റു
നമ്മുടെ സൈൻ ഒമേഗ എക്സ് നമുക്ക് ഫോർമുല അറിയാം. √2/π ഇൻറ്റു 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity, സോറി 0 to infinity വരുമ്പോൾ ഫോർമുല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുവാണേ. √2/π ഇൻറ്റു ബിയുടെ പ്ലേസിൽ ω/1+ω². ഇതായേ, ഇതിന്റെ വാല്യൂ ഇവിടെ ആയേ. നമുക്ക് വേണ്ടത് അതല്ല, ഇൻവേഴ്സ് അല്ലേ ആവശ്യം, ഡി ഒമേഗ കണ്ട സ്ഥിതിക്ക്. സോ Fx equal to √2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity Fs of omega ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. Fs of omega നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. √2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity Fs of omega എത്രയാണ്? √2/π ഇൻറ്റു √2/π ഇൻറ്റു ω/1+ω² ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ, ഇനി നമുക്ക് റൂട്ടും √2 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ബൈ 1+ω². Fs of s എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു മൈനസ് e⁻⁻x. ഈ നമുക്ക് കാണേണ്ടത് ഈ സൈഡാണ്. ഇവിടെയല്ലേ പറഞ്ഞിരിക്കും ഇതിന്റെ വാല്യൂ എന്തെന്നാണ് ചോദിച്ചത്, അതിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ കണ്ടുപിടിച്ചു ഇന്റഗ്രൽ 0 to infinity ഒമേഗ ബൈ 1+ω² ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. π/2 ഇൻറ്റു e⁻⁻x. ഡൗട്ട് ഇല്ല, മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇത് തേർഡ് വൺ. Find the Fourier sine transform of e⁻⁻x. ഇത് കാണണം. e⁻⁻x വാല്യൂ കണ്ടുപിടിക്കണം സൈൻ. നമുക്ക് ആദ്യം ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല Fs of omega equal to √2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity f of x ഇൻറ്റു സൈൻ ഒമേഗ എക്സ് dx. That is equal to Fx is this one. Therefore Fs of omega equal to √2/π into integral 0 to infinity e⁻⁻x sin omega x dx. ഈ മൂന്ന് ഫംഗ്ഷനെയും കൂടെ ഇന്റഗ്രേഷൻ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരെണ്ണത്തെ ഇതിനെ വിത്ത് റെസ്പെക്ട് ഇങ്ങനെ വന്നാൽ ആദ്യം ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുത്തിട്ട് അടുത്ത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗയ്ക്ക് ഞാൻ എടുക്കുവാണ്. സോ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. ദിസ് ഈസ് ഇക്വേഷൻ 1-ന് ഡി. അപ്പൊ ഇതിനെ ഒന്നാമത്തെ ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡി ഐ എന്ന്, ഇവന് ഞാൻ ഐ എന്ന് കൊടുത്തു. അപ്പൊ ഐയെ di/d ഒമേഗയ്ക്ക് എടുക്കുവാണ്. ദാറ്റ് ഈസ് √2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity e⁻⁻x ഇൻറ്റു ഇവിടെ എവിടെയെങ്കിലും ഒമേഗ ഉണ്ടോ? ഈവൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡിഫറൻസിയേഷൻ ആണ്. ഡിഫറൻസ് സൈനിന്റെ കോസ് ഒമേഗ എക്സ് ഇൻറ്റു എന്തിനാണ്? വിത്ത് റെസ്പെക്ട് ടു ഒമേഗയ്ക്കാണ്. ഒമേഗയ്ക്ക് എടുക്കുമ്പോൾ എക്സ് ആണ് കോഎഫിഷ്യന്റ്. എക്സ് ഇൻറ്റു ഡി എക്സ്. ഈ എക്സും ക്യാൻസൽ ആവൂലേ? അപ്പൊ നമുക്ക് എഴുതാം di/d ഒമേഗ ഈക്വൽ ടു √2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity e⁻⁻x ഇൻറ്റു സൈൻ അല്ലേ ഇവിടെ വരേണ്ട? സൈന് ഇവിടെ ഒരു സംഭവം മാറി. സോറി കോസ് ഡെറിവേറ്റീവ് എടുത്തത്. കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ്. കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ് കിട്ടി. ഇനി നമുക്കൊരു ഫോർമുല അറിയാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു di/d ഒമേഗ ഈക്വൽ ടു
ഇനി ഈ ഫോർമുല എന്തുവാ? റൂട്ട് ഓഫ് 2/π ഇൻറ്റു നമ്മൾ നേരത്തെയുള്ള എ ബൈ എ എന്ന് പറഞ്ഞ ഇവിടെ ഏത് വരുന്നത്? എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ ഏയുടെ പ്ലേസിൽ എന്താ കിടക്കുന്നത്? ഇറേസ് മൈനസ് എ എക്സ് ഇൻറ്റു that is minus a അല്ലെ, മൈനസ് എ ബൈ എ ബൈ എന്ന് പറയുമ്പോൾ എങ്ങനെ എന്നാ, ഇത് എ ബൈ ആണേ. ഇ റൈസ് ടു മൈനസ് എ എക്സ് ഇൻറ്റു നമ്മുടെ ഫോമുല ഇ റൈസ് ടു മൈനസ് എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ്. എന്താ? ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ മൈനസ് എയും പ്ലസ് എ ഒന്നും ഒരു കൺസെപ്റ്റും ഇല്ല. അപ്പൊ എങ്ങനെ പറയണം? എ ബൈ എന്ന് പറയുമ്പോൾ ഇവിടെ എയുടെ പ്ലേസിൽ എ തന്നെ, എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഒമേഗ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡി ഐ ബൈ ഡി ഒമേഗ. നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് ഒന്ന് വേരിയബിൾ സെപ്പറബിൾ ഫോമിലോട്ട് മാറ്റാം. ഡി ഐ ഈക്വൽ ടു, അപ്പൊ നമുക്ക് പിന്നെ എന്തായിട്ട് മാറ്റണം? ഡി ഐ ഈക്വൽ ടു വേരിയബിൾ സെപ്പറബിൾ ഫോം ആണ്. റൂട്ട് ഓഫ് 2/π ഇൻറ്റു എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡി ഒമേഗ. ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ? ബോത്ത് സൈഡ്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് ഐ ആയിട്ട് മാറും. സോ അവിടെ ഒരു ഐ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഐ എടുക്കുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ സോ റൂട്ട് ഓഫ് 2/π ഇൻറ്റു എ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ്, എ ഇൻറ്റു ഇന്റഗ്രൽ ഡി ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇത് നമുക്കറിയാമല്ലോ. ഇന്റഗ്രൽ ഡി എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈസ് 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ? 1/aയുടെ പ്ലേസിൽ 1 വിത്ത് റെസ്പെക്ട് ടു ഡി ഒമേഗയ്ക്കാണ് 1/a തന്നെ ഇവിടെ ഉണ്ട്. 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഒമേഗ ബൈ എ. ടാൻ ഇൻവേഴ്സ് ഒമേഗ ബൈ എ. ഇനി 1/a ഇൻറ്റു ഇവിടെ ഒരു എ ഉണ്ട്. 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ്. ഈ എയും that is root of 2/π into a into എയും ക്യാൻസൽ ആവും. That is equal to I is equal to root of 2/π into tan inverse omega by a plus c in equation 2. കിട്ടിയില്ലേ? പ്ലസ് ഡെഫിനറ്റ് ഇന്റഗ്രൽ അല്ലാത്തതാണ് നമ്മൾ കൊടുക്കും, അല്ലാതെ ഡെഫിനറ്റ് ഇന്റഗ്രൽ സി കൊടുക്കേണ്ട കാര്യമല്ല. ഇനി നമുക്ക് ഈ സിയെ മാറ്റണ്ടേ? സിയെ മാറ്റാനായിട്ട് നമുക്ക് രണ്ടിടത്തും ചെയ്യാം. പുട്ട് ഒമേഗ ഈക്വൽ ടു 0. ഒമേഗയ്ക്ക് നമ്മൾ 0 കൊടുക്കണം. ഇക്വേഷൻ 1 and 2. 1ലും 2ലും ഒമേഗയ്ക്ക് 0 കൊടുക്കണം. ഒമേഗയ്ക്ക് 0 കൊടുക്കാം. 2ൽ കൊടുക്കാം. 2 become I is equal to ഒമേഗയ്ക്ക് 0 കൊടുത്താൽ ടാൻ 0 ഐ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 0 പ്ലസ് സി. അവിടെ ഒരു സി ഉണ്ട്, അത് കിട്ടിയ അത് ഇക്വേഷൻ 3. I is equal to 3 എന്ന് I is equal to c, that is equation 3. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ കൊടുക്കണ്ടേ? 1ലോട്ട് കൊടുക്കാം. 1 ഏതാ? ഇക്വേഷൻ 1 ഇതാ കിടക്കുന്നത്. അതില് ഒമേഗയ്ക്ക് 0 കൊടുത്താലും എന്ത് കിട്ടണം? That is equal to I is equal to 0. Sin 0 0. LHS ഈക്വൽ അല്ലേ? അപ്പൊ RHS ഐയുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. I is equal to C is equal to, therefore LHS equal, therefore corresponding RHS also equal. C is equal to 0. C എന്താണെന്ന് കിട്ടി? 0. അപ്പൊ ഇക്വേഷൻ 3 and 4ലോട്ട് പോവാം. ഇക്വേഷൻ 3 and 4 ഇക്വേഷൻ 3 and 4 എന്താ നമ്മൾക്ക് കിട്ടിയ? ഈ 3 and 4 എന്താണ്? ഇത് 3 4 ഇത് 4 ആണേ നിങ്ങളെ. 4 C is equal to 0. സിയില് 0 എങ്കിൽ നമ്മുടെ ആൻസറിലോട്ട് പോണ്ടേ നമുക്ക്. therefore I is equal to, ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് കിട്ടിയത്? റൂട്ട് ഓഫ് 2/π ഇൻറ്റു
I is equal to root of 2 by pi into tan inverse omega by a plus c. C എത്ര? 0. അപ്പോൾ ആൻസർ ആയില്ലേ? അപ്പോൾ അതിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടി? Therefore, fs of omega equal to root 2 by pi into tan inverse omega by. ഈ കോൺസ്റ്റന്റ് എത്രയെന്ന് വാല്യൂ കണ്ടുപിടിക്കണം. എപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കണം. ആ സി എത്രയാണെന്ന് ഇതിൽ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അത് ഇക്വേറ്റ് ചെയ്ത് ഒമേഗയ്ക്ക് 0 കൊടുത്ത് ചെയ്തു. ഓക്കെ, fourth one. Find the Fourier sine transform of the following. Find the Fourier sine transform of the following. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ 3 ഫംഗ്ഷനൊക്കെ വന്നാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ എക്സ് ഇത് 3 അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഡിഫറൻസിയേഷൻ കൊടുത്തു. ഇത് കൊസൈനിൽ ഇതേപോലെ വരും. അപ്പോൾ സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് അങ്ങനെ വെച്ചിട്ട് ഒരു സി വരും. എപ്പോഴും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ ഇവിടെ എടുക്കുമ്പോൾ ആ സി എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒമേഗയ്ക്ക് 0 കൊടുത്തു. ഒമേഗയ്ക്ക് 0 കൊടുക്കുമ്പോൾ 2 ഇക്വേഷൻ സിക്ക് 0 കിട്ടും. തിരിച്ച് വളരെ ഈസി ആയിട്ടാണ് ഇത് ചെയ്ത് പഠിപ്പിച്ചിരിക്കുന്നത്. ടെക്സ്റ്റിലൊന്നും നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെത്തേഡിൽ അത് പഠിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോളണം. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് ദ ഫോളോയിങ്. ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഏതാണ്? സൈൻ എക്സ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് സൈൻ ഫോളോയിങ് ഇവിടെ വാല്യൂ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. സൈൻ എക്സ് വന്നാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അതിൽ 0 എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇത്രയേ ഉള്ളൂ. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് സൈൻ ആണല്ലോ കാണേണ്ടത്. എഫ് എസ് ഓഫ് ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് root of 2 by pi into integral 0 to a sin x ന്റെ അതേഴ്സ് 0 അല്ലേ, അത് കൊടുക്കണ്ട. sin omega x dx. നമുക്കൊരു ഫോർമുല അറിയാം. sin a sin b. നമുക്ക് ഫോർമുല എന്തറിയാം? 1/2 ഇൻറ്റു കാണാതെ പഠിക്കണം cos a minus b പ്ലസ് cos a plus b. അല്ലാതെ ഒരു ഫോർമുലയുണ്ട് -1/2 ഇൻറ്റു കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി. അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ മൈനസ് അല്ല പ്ലസ് തന്നെ. ഇവിടെ മൈനസ് അല്ല, ഇവിടെ പ്ലസ് അല്ല മൈനസ്. അപ്പോൾ 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബ്രാക്കറ്റ് മാറ്റിയിട്ട് നോക്കിയാൽ നിങ്ങൾക്കിത് വളരെ നന്നായിട്ട് മനസ്സിലാവും എന്താണ് ഇതിന്റെ ആൻസർ. സൈൻ എ സൈൻ ബിയുടെ ആൻസർ ഇങ്ങനെ ചെയ്താൽ കിട്ടുമോ? എന്താണ് കോസ് എ മൈനസ് ബിയുടെ ഫോർമുല? കോസ് എ മൈനസ് ബി കോസും അടുത്തടുത്ത് വരും. ഇതിൽ പ്ലസ് സൈൻ എ സൈൻ ബി. ഇനി ഇവിടെ പ്ലസ് വന്നാലോ ഇവിടെ മൈനസ് വരും. സൈൻ എ പ്ലസ് ബി സൈൻ എ മൈനസ് ബി അതിൽ എ പ്ലസ് ബി ആണെങ്കിൽ ഈ ഫുൾ ഫോർമുലയിൽ പ്ലസ് തന്നെ വരും. മൈനസ് ആണെങ്കിൽ മൈനസ്. അങ്ങനെ. അപ്പോൾ ഇത് ഇവിടെ മൈനസ് വന്നപ്പോൾ ഇവിടെ പ്ലസ് വന്നു, ഇവിടെ പ്ലസ് വന്നു, ഇവിടെ മൈനസ് വരും. അത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി സൈൻ എ പ്ലസ് എന്നാലും ഞാൻ അതുകൂടെ പറഞ്ഞുതരാം. സൈൻ എ പ്ലസ് ഓർ മൈനസ് ബി എന്ന് കൊടുക്കാം. സൈൻ എ കോസ് ബി പ്ലസ് ഓർ മൈനസ് കോസ് എ. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഓക്കെ. ദെൻ ഇനി നമുക്ക് റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ഇത് എഴുതണ്ടേ അതിൽ അതുപോലെ ഇൻ്റഗ്രൽ 0 to a സൈൻ എന്താണ് 1/2 ഇൻറ്റു സൈൻ എ സൈൻ ബിയുടെ ഫോമിൽ എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി എക്സ് മൈനസ് ഒമേഗ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് ഒമേഗ എക്സ്. എയുടെ പ്ലേസിൽ എക്സ്, ബിയുടെ പ്ലേസിൽ ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈസ് ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പം ഇത് എത്ര കിട്ടും? റൂട്ട് 1/√2 പൈ ആണല്ലോ. ഇവിടുത്തെ റൂട്ട് പൈയും ഇവിടുത്തെ റൂട്ട് അപ്പൊ √2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a. ഇത് കറക്റ്റ് ആണ്. ഇനി ഇൻ്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം.
നമുക്കിനി ഇൻ്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ 1 മൈനസ് ഒമേഗ ഇൻറ്റു എക്സ്, ഞാൻ പുറത്ത് എടുത്ത് ബൈ 1 മൈനസ് ഒമേഗ, കോയഫിഷ്യൻ്റ് എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 1 മൈനസ് ഒമേഗ, മൈനസ് ഇവിടെ എന്താ വരുന്നത്, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കോസിൻ്റെ ഇൻ്റഗ്രൽ പ്ലസ്, അപ്പൊ സൈൻ 1 പ്ലസ് ഒമേഗ ഇൻറ്റു എക്സ് ബൈ 1 പ്ലസ് ഒമേഗ, ലിമിറ്റ് 0 to a, that is equal to 1 by root 2 pi into, ഇനി a അല്ലേ ഇവിടെ, സൈൻ 1 മൈനസ് ഒമേഗ ഇൻറ്റു എ ബൈ 1 മൈനസ് ഒമേഗ, മൈനസ് സൈൻ 1 പ്ലസ് ഒമേഗ ഇൻറ്റു എ ബൈ 1 പ്ലസ് ഒമേഗ. ഇനി നമുക്കിതിനെ LCM എടുക്കാം, അങ്ങനെ ചെയ്ത് വരാം, അല്ലെങ്കിൽ ഇതുവരെ വെച്ച് നിർത്തിയാലും സാരമില്ല ആൻസർ. പക്ഷെ ഞാനൊന്ന് അത് ചെയ്യുക. 1 ബൈ റൂട്ട് 2 പൈ ഇൻറ്റു 1 പ്ലസ് ഒമേഗ ഇൻറ്റു 1 മൈനസ് ഒമേഗ, 1 മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു, ഇനി 1 പ്ലസ് ഒമേഗ കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 1 പ്ലസ് ഒമേഗ ഇൻറ്റു സൈൻ 1 മൈനസ് ഒമേഗ ഇൻറ്റു എ മൈനസ് 1 മൈനസ് ഒമേഗ ഇൻറ്റു സൈൻ 1 പ്ലസ് ഇൻറ്റു എ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ബ്രാക്കറ്റ് മാറ്റാം. 1 ബൈ റൂട്ട് 2 പൈ ഇൻറ്റു ഇവിടെ 1 മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ദിസ് ടേം ഇൻറ്റു ദിസ്, അപ്പം സൈൻ 1 മൈനസ് ഒമേഗ ഇൻറ്റു എ പ്ലസ് ഒമേഗ ഇൻറ്റു സൈൻ 1 മൈനസ് ഒമേഗ ഇൻറ്റു എ മൈനസ്, ഇതുകൊണ്ട് ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, മൈനസ് സൈൻ 1 പ്ലസ് ഒമേഗ ഇൻറ്റു എ. ഇവിടെ സൈൻ 1 മൈനസ് എ 1 പ്ലസ് എ എന്നൊക്കെ വന്നതുകൊണ്ട് നമുക്കൊരിക്കലും ആൻസർ വളരെ സിംപ്ലിഫിക്കേഷനിലായിട്ട് കിട്ടാൻ റിസ്ക് ആണ്. നിങ്ങൾ ഇതുവരെയൊക്കെ എത്തുമ്പോൾ നിർത്തുക മതി, ക്യാൻസലേഷൻ ഒന്നും നടക്കത്തില്ല ഇവിടെ. എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, സൈൻ 1 പ്ലസ് ഒമേഗയും സൈൻ 1 മൈനസ് ഒമേഗയാണ്. അതുകൊണ്ട് നമുക്ക് ഇതുവരെ നിർത്താം, കുറേ കടമ്പ കിടക്കേണ്ടി വരും. അതുകൊണ്ട് സാരമില്ല, ഇത്രയും വരെ വരും ആൻസറായി. Then fifth one, ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഫിഫ്ത്ത് വൺ, ഫൈൻഡ് ദ Fourier sine transform of the following ഫംഗ്ഷനിൽ fx equal to 1 by x. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. fx equal to 1 by x ആണ്. അപ്പം നമുക്ക് സൈൻ ട്രാൻസ്ഫോം fs of omega equal to സൈൻ ട്രാൻസ്ഫോമിൻ്റെ fs of omega equal to root of 2 by pi into integral 0 to infinity fx into sin omega x dx, that is root of 2 by pi into integral 0 to infinity 1 by x into sin omega x dx. നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് ഇവിടെ ഇനി കോഷ്യന്റ് മൾട്ടിപ്ലൈ അങ്ങനെ ഒന്നും എടുക്കണ്ട. അതിനേക്കാൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും, പുട്ട് ഒമേഗ എക്സ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കും. ഒമേഗ എക്സ്, അതിലൊന്ന് എക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് കൊടുക്കാം, ടി ബൈ ഒമേഗ. ഇനി ഡെറിവേറ്റീവ് എടുക്കാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എങ്ങനെ കിട്ടും, ഒമേഗ ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഡി ടി. അപ്പോൾ ഡി എക്സ് ഈക്വൽ ടു ഡി ടി ബൈ ഒമേഗ. ഇനി വെൻ ഒമേഗ, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ അവസാനം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ലിമിറ്റ് കൊടുക്കാം. ഇവിടെ നമുക്കിവിടെ ടിക്ക് ഞാൻ കൊടുക്കുന്നു, വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേറൊരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. അവസാനം എന്താണ് വേണമെങ്കിലും കൊടുത്താൽ മതി. കാരണം ഇതിന് തിരിച്ച് എന്ത് ചെയ്യണം, ഒമേഗ എക്സ് എന്ന് കൊടുത്ത് ആൻസർ ചെയ്തിട്ട് ഒമേഗയിലുള്ള ലിമിറ്റ് തന്നെ കൊടുത്താൽ മതി. ടിയിൽ ചെയ്ത് വന്നിട്ട് അവസാനം തിരിച്ച് റിട്ടേണിൽ എന്ത് കൊടുക്കണം, ഒമേഗ വാല്യൂ ഒമേഗയിലോട്ട് തിരിച്ചു പോകുമ്പോൾ ലിമിറ്റ് എന്ത് കൊടുക്കണം, എക്സിന്റെ ലിമിറ്റ് തന്നെ കൊടുക്കണം, ഒമേഗ എക്സ് ഉള്ള ലിമിറ്റ് തന്നെ കൊടുക്കണം. ഇവിടെ ഞാൻ എക്സിന്റെ ടേമിനെ ടിയിലോട്ട് മാറ്റി, എക്സ് എല്ലാം ടി എന്നുള്ള ടേമിലോട്ട് മാറി, ഡി എക്സ് ഡി ടി ആയപ്പോൾ ടിയിലോട്ട്. അല്ല എങ്കിൽ തിരിച്ച് അവസാനം എക്സിന്റെ ടേമിലോട്ട് എഴുതിയിട്ട് ഈ ലിമിറ്റ് കൊടുത്താൽ മതി, ഇവിടെ മാറ്റണമെന്നില്ല. വേണമെങ്കിൽ ഇവിടെ മാറ്റാം. ഞാൻ രണ്ട് രീതിയും പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. വെൻ എക്സ് ഈക്വൽ ടു 0
ഇവിടെ എക്സിനല്ലേ, ഓക്കെ, എക്സിന് എക്സ് 0 ആയാൽ ടി എന്ത് കിട്ടും? 0 തന്നെ. വെൻ എക്സ് ഇൻഫിനിറ്റി ആയാലോ ഒമേഗ ഇൻറ്റു ഇൻഫിനിറ്റി, ടി ആൾസോ ഇൻഫിനിറ്റി. അപ്പൊ നമുക്ക് എഴുതാം റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി തന്നെ, വ്യത്യാസമല്ല. 1/x, എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/t/ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് സൈൻ ടി ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? dt/ഒമേഗ. ഇവിടെ 1/, അതായത് റെസിപ്രോക്കൽ ഒമേഗ ബൈ ഈ ഒമേഗയും കൂടെ ക്യാൻസൽ. സോ നമുക്ക് ആൻസർ ഇങ്ങനെ വരും √2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ടി ബൈ ടി ഡി ടി. ഇത് ഒരു റിസൾട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാകുന്ന എൻ്റെ ഓർമ്മ, π/2. അപ്പൊ എങ്ങനെ പറയാം? ഇന്റഗ്രൽ നമുക്കറിയാം ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, ഇതൊരു റിസൾട്ടാ, പഠിച്ചു വെക്കണം. സൈൻ ടി ബൈ ടി ഡി ടി എന്ന് പറഞ്ഞാൽ π/2. കുറേ റിസൾട്ടുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതെല്ലാം ഓർമ്മയിരിക്കണം. π/2 എങ്കിൽ നമുക്ക് എഴുതാം √2/π ഇൻറ്റു π/, ഇവിടുത്തെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ഇത് √π √2 അപ്പൊ ആൻസർ എങ്ങനെ വരും? ഇവിടെ ഒരു √π ഉണ്ട്, ഇവിടെ ഒരു √2 ഉണ്ട്. സോ √π/2 is the answer. Okay, that's all. Thank you. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് എഴുതിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണം.